ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് പൂച്ചക്കുട്ടീനെ എങ്ങനെ കുളിപ്പിക്കാൻ നോക്കിയാലോ. ഇവൻ്റെ ഫസ്റ്റ് ബാത്താണ് കേട്ടോ. 2 മന്ത്സായി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവനെ കുളിപ്പിക്കാൻ പോണത്. ശരിക്കും പൂച്ചക്കുട്ടീനെ 1 മന്ത് ഒക്കെ ആകുമ്പോൾ കുളിപ്പിക്കാം. ഞാൻ കുറച്ച് ലേറ്റായി. അപ്പം ഇനി കുളിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നഖം വെട്ടി കൊടുക്കാം. ഇതുപോലത്തെ നെയിൽ കട്ടർ പെറ്റ് ഷോപ്പിലും ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നെയിൽ കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കണ്ണ് രണ്ടും തുടച്ചെടുക്കണം. പഞ്ഞിയിൽ കുറച്ച് റോസ് വാട്ടർ ആക്കിയിട്ട് 2 കണ്ണിലും ഇതുപോലെ പതിയെ തുടച്ചെടുക്കുക. കണ്ണ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ മൂക്കിൻ്റെ ഭാഗത്ത് അഴുക്കുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അവിടെയും ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കാം. പിന്നെ ചെവി ക്ലീൻ ചെയ്യണം കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇവൻ്റെ ചെവിയിൽ അധികം അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെവി ക്ലീൻ ചെയ്യണതിൻ്റെ ഇയർ ഡ്രോപ്സ് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇയർ ഡ്രോപ്സ്. ഇത് 2-3 തുള്ളി ചെവിയിൽ ഒഴിച്ചിട്ട് പഞ്ഞി വെച്ച് തുടയ്ക്കാം. ഇനി നമ്മൾ മെയിൻ പരിപാടി കുളിപ്പിക്കലാണ്. ഞാനിവിടെ ഹിമാലയയുടെ ഈ ഷാമ്പു ആണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടീനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് വെള്ളം തണുപ്പായതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുവെള്ളം മിക്സ് ചെയ്യണം. നോർമൽ ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കേണ്ടത്. നമ്മൾ കുട്ടികളൊക്കെ കുളിപ്പിക്കില്ലേ അതുപോലെ. അപ്പോൾ പിന്നെ നമുക്ക് കുളിപ്പിക്കാൻ തുടങ്ങാം. വെള്ളം മേത്ത് തട്ടിയതുകൊണ്ട് തന്നെ ഓടാനും ചാടാനൊക്കെ നോക്കും. അപ്പോൾ അത് കാര്യമാക്കേണ്ട, പൂച്ചക്കുട്ടിയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തലയിൽ വെള്ളമാക്കരുത്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എന്നിട്ട് ഹെയറിൽ നല്ലോണം വെള്ളമൊക്കെ ആക്കി നനച്ചതിന് ശേഷം നമുക്ക് ഹെയറിൽ ഷാമ്പു ഇടാം. ഷാമ്പു ഇട്ടിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എല്ലായിടത്തും മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഷാമ്പു ഇടുമ്പോണ്ടല്ലോ കണ്ണിലും വായയിലും മൂക്കിലും ഒന്നും പോവാണ്ട് സൂക്ഷിക്കുക. അങ്ങനെ എല്ലായിടത്തും മസാജ് ചെയ്തിട്ട് എത്താത്ത സ്ഥലങ്ങളുണ്ടാവില്ലേ, വയറ്, വാല്, കാലിൻ്റെ അവിടെയൊക്കെ ഷാമ്പു ഒക്കെ തേച്ചിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് ഷാമ്പു ഇട്ട് ഇങ്ങനെ ഇരുത്താട്ടോ. അതിൽ കൂടണ്ട, 5-6 മിനിറ്റ് മതി. ഇനി നമുക്ക് മുഖം കഴുകാം. കണ്ണിൻ്റെ അവിടെ മൂക്കിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ട് തുടച്ചു കൊടുക്കാം. തല നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം ചെവി രണ്ടും കൈ കൊണ്ട് ഇങ്ങനെ അടച്ചു പിടിക്കുക. എന്നിട്ട് തലയിൽ പതിയെ ഇച്ചിരി വെള്ളം എടുത്ത് തടവി കൊടുക്കുക. ചെവിയിൽ വെള്ളം കയറാണ്ടിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. എങ്ങനെ അറിയാണ്ട് വെള്ളം കയറിപ്പോയാൽ അപ്പോൾ തന്നെ പഞ്ഞി വെച്ചിട്ട് തുടക്കണം. അല്ലെങ്കിൽ ഇൻഫെക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇവൻ്റെ കുളി കഴിഞ്ഞ് ഹെയർ ഫുള്ള് നല്ലോണം വാഷ് ചെയ്യുക. ഇനി മേൽ ഫുള്ളും നമുക്ക് തുടയ്ക്കാം. ഞാനിവിടെ ഒരു കോട്ടൻ്റെ തോർത്ത് യൂസ് ചെയ്തിട്ടാണ് തുടയ്ക്കണത്. ആദ്യം തല തുടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് മേലെ ഫുള്ളും തുടച്ച് വെള്ളം ഒപ്പിയെടുക്കുക. ചെവിയിൽ വെള്ളം കയറിയിട്ടുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുഖമൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കുക. ഇനി നമുക്ക് ഇവൻ്റെ ഹെയർ എത്രയും പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യാൻ കൊണ്ടുപോകാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ കേജിലിട്ടാണ് ഇവനെ ഉണക്കണേ. എന്താ വെച്ചാൽ ആദ്യമായിട്ട് ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കല്ലേ. അപ്പോൾ പേടിച്ചിട്ട് പിന്നെ ഓടിപ്പോയിട്ട് എനിക്ക് ഇരട്ടിപ്പണിയാവും. ആദ്യം തന്നെ നമുക്ക് പൂച്ചക്കുട്ടിയുടെ തലയാണ് കേട്ടോ ഉണക്കേണ്ടത്. പിന്നെ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ അടുപ്പിച്ച് വെച്ച് അടിക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടിക്കാനായിട്ട്. അങ്ങനെ ഇവൻ്റെ മേൽഭാഗം ഒക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഉണങ്ങാത്ത സ്ഥലങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതുപോലെ വയറിൻ്റെ ഭാഗം, വാല്, കാലിൻ്റെ ഭാഗമൊക്കെ നന്നായി ഉണക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഉണക്കിയില്ലെങ്കിൽ മുടി ജട പിടിക്കാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഹെയർ നന്നായി ഉണക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഹെയറൊക്കെ ഫുള്ളും നല്ല പോലെ തന്നെ ഡ്രൈ ആയി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പൂച്ചക്കുട്ടികളെ എങ്ങനെ കുളിപ്പിക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.